ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. വരുന്ന LDC അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു 15 days ക്രാഷ് കോഴ്സുമായിട്ടാണ് ടീച്ചർ വന്നേക്കുന്നത് കേട്ടോ. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്, ലാസ്റ്റ് ലാബ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മാത്സ് ഒന്നും അറിയത്തില്ല, അങ്ങനെയുള്ള കുട്ടികൾക്ക് പോലും ലാസ്റ്റ് മൊമെന്റിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് 15 days, ജസ്റ്റ് നിങ്ങൾ എക്സാമിന് തലേദിവസം നോക്കിയാലും മതിയാകും. അപ്പോൾ 15 days കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഹോൾ സിലബസിന് എന്ത് ചെയ്യാം, ഒന്ന് കവർ ചെയ്ത് വരാം. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് PSC ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ മാത്രം നമ്മൾ പഠിച്ചു പോവാണ് കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്, അതായത് Day 1 ആയിട്ടുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളുമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സിലബസ് ടോപ്പിക്കിലെ ആദ്യത്തെ ടോപ്പിക്കാണ് ഇത്, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്നത് കേട്ടോ. സോ നമുക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ എക്സാംസിനും കാണാറുണ്ട്. LGSൽ മാത്സ് ഇല്ലല്ലോ, LDC ലെവല് മുതൽ ഡിഗ്രി ലെവൽ എക്സാംസിന് നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ ഈ സംഖ്യകളൊന്നും കണ്ട് പേടിക്കരുത്. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഐഡന്റിറ്റീസിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് ഐഡന്റിറ്റീസ് എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. അപ്പൊ ആദ്യം നമുക്കത് നോക്കിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം കേട്ടോ. അപ്പൊ നോക്കിക്കാൻ, നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഐഡന്റിറ്റീസ് അല്ലേ. ഈവൻ പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് പോലും ഇത് സുഖമായിട്ട് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഇനി നിങ്ങൾ പഠിച്ചാൽ മതി. ജസ്റ്റ് നോക്കിക്കേ, A+B × A-B എന്ന് പറയുന്നത്, ഇത് എക്സ്പാൻഡ് ചെയ്തൊന്നും ടീച്ചർ പറയുന്നില്ല, നമുക്ക് ഇവിടെ വേണ്ട റിസൾട്ട് മാത്രമാണ്. ആക്ച്വലി ഈ എനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതുപോലെ ഈ ബിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. നമുക്ക് അതൊന്നും ഇവിടെ ആവശ്യമില്ല, നമുക്ക് റിസൾട്ട് വേണം. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കേ, A+B × A-B എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ഡയറക്റ്റ് പഠിച്ചു വെക്കുക, A² - B² ആണ്. അതുപോലെ അടുത്ത് പഠിച്ചു വെക്കേണ്ട റിസൾട്ട് ആണ് ഇത്, നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, വേറെ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. ഈ ഐഡന്റിറ്റീസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് സുഖമായിട്ട് നമ്മുടെ കൂടെ അങ്ങ് പോരും. അത് നോക്കിയേ, A+B² എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു സിനിമ ഡയലോഗ് പോലെ പഠിച്ചു വെച്ചോ. A² + 2AB + B² ആണ്. ഇനി A-B² എന്ന് പറയുന്നത്, ഈ പ്ലസിന്റെ സ്ഥാനത്ത് ഇവിടെ ഒരു മൈനസ് വരും, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. A² - 2AB + B² ആണ് എന്ത്, A-B² എന്ന് പറയുന്നത്. അടുത്തത് ഏതാ, A+B3. അപ്പൊ A+B³ എന്ന് പറയുമ്പോൾ എന്താണ്, A³ + 3A²B + 3AB² + B³ ആണ്. അതുപോലെ A-B³ എന്ന് പറയുമ്പോൾ നോക്കിയേ, ഒന്നിടെ വിട്ട് മൈനസ് വരുവേ. അപ്പോൾ A³ - 3A²B + 3AB² മൈനസ് എന്താണ്, B³ ആണ്. ഓക്കെ, അപ്പൊ ഇത്ര നിങ്ങൾ പഠിച്ചല്ലോ, ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ഐഡന്റിറ്റീസിലൂടെ അതുകൂടെ ഒന്ന് നോക്കാം, കാരണം ഇത്രയും നല്ല നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ഇനി കുറച്ചുകൂടെ ഉണ്ട്. നോക്കിക്കേ, A³ - B³ = A - B × A² + AB + B². അതുപോലെ ഇവിടെ A³ - B³ അല്ലായിരുന്നു, അതുപോലെ A³ + B³ എന്ന് പറയുന്നത് A+B × A² - AB + B² ആണ്. അതുപോലെ A² + B², A² + B² എന്ന് പറയുന്നത് എന്താ, A+B² - 2AB ആണ്. A² - B² എന്ന് പറയുന്നത് A - B × A+B ആണ്. അപ്പൊ ഇത്ര നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. ഒരു ബുക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ഇത്രയും ഐഡന്റിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. 1-2 തവണ നോക്കുമ്പോഴത്തേക്കും കുട്ടികളെ നിങ്ങൾക്കത് ബൈ ഹാർട്ട് ആകും കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ. നമുക്ക് ഈ റൈറ്റിൽ കിടക്കുന്നതായിരിക്കും, ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നില്ലേ, ഇതായിരിക്കും നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പൊ നമുക്ക് ഏതാ വേണ്ടത്, റൈറ്റ് സൈഡിൽ കിടക്കുന്നത് എക്സാമിന് ക്വസ്റ്റ്യന്റെ രൂപത്തിൽ കാണും. നമുക്ക് എന്താ വേണ്ടത് കുട്ടികളെ, ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ റിസൾട്ടുകൾ ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെച്ച് പഠിച്ചു വെച്ചോ കേട്ടോ. 2-3 തവണ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു റിസൾട്ടിലോട്ട് നിങ്ങൾക്ക് വരാനായിട്ട് പറ്റും. പഠിച്ചു വെച്ചോ, LDC മുതൽ ഡിഗ്രി ലെവൽ എക്സാംസിന് വളരെയധികം ഉപകരിക്കും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ എന്താ, 18.43 × 18.43 - 6.57 × 6.57 divided by 11.86. ഇതെന്ത് ക്വസ്റ്റ്യൻ അല്ലേ ടീച്ചറെ, ഇതെന്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഈ 18.43 ഇൻറ്റു 18.43 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തൊന്നും സമയം കളയല്ലേ, നമുക്ക് അതിനാണ് ഐഡന്റിറ്റീസ് ഇരിക്കുന്നത്. നോക്കിക്കേ, 18.43 തന്നല്ലേ ഇവിടെയും വന്നേക്കുന്നത്, 18.43 ഇൻറ്റു 18.43 അല്ലേ. അപ്പൊ എന്ത് കിട്ടും ഇവിടെ? ഇതിപ്പോ സപ്പോസ് എ ആണെങ്കിൽ എ ഇൻറ്റു എ ആണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും നമുക്ക്? എ സ്ക്വയർ എന്ന് കിട്ടും അല്ലെ, എ സ്ക്വയർ. അതുപോലെ ഇവിടെ നോക്കിക്കേ, ഇത് വേറൊരു സംഖ്യയല്ലേ. ഞാനിപ്പോ ടീച്ചർ ഇപ്പൊ ഇതിനെ ബി എന്ന് എടുക്കുവാണേ. ബി ഇൻറ്റു ബി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ബി സ്ക്വയർ അല്ലേ. അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ച ഐഡന്റിറ്റീസിൽ എവിടെയോ ഇത് കിടപ്പുണ്ട്. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 11.86. 11.86 എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, ഈ സംഖ്യകൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ. 11.86 എങ്ങനെ കിട്ടും നമുക്ക്? എങ്ങനെ കിട്ടും? എ മൈനസ് ബി ചെയ്താൽ മതി. ഞാനിപ്പോ എ എന്ന് പറയുന്ന ഏതെന്ന് പറഞ്ഞിട്ട് എടുത്തേക്കുന്നത് 18.43 മൈനസ് 6.57 ചെയ്തേ. അന്നേരം നമുക്ക് എന്ത് കിട്ടും? 11.86 ആണ് കിട്ടുക. എത്ര കിട്ടും? 11.86. ഓക്കെ, 11.86 ആണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അപ്പോൾ താഴെ നമുക്ക് ഈ 11.86 പകരം എന്ത് കൊടുക്കാം കുട്ടികളെ? എ മൈനസ് ബി എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചതാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്തുവാ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. താഴെ എന്തുണ്ട്? എ മൈനസ് ബി കിടപ്പുണ്ട് അല്ലേ. താഴെ എന്തുണ്ട്? എ മൈനസ് ബി കിടപ്പുണ്ട്. അപ്പൊ ഈ എ മൈനസ് ബിയും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും കുട്ടികളെ? എ പ്ലസ് ബി എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ആൻസർ കിട്ടി. അതായത് എ എന്ന് പറയുന്നത് 18.43യും ബി എന്ന് പറയുന്നത് 6.57 ആണെങ്കിൽ ഈ ഒരു ഹോൾ എക്സ്പ്രഷൻ ഇല്ലേ, ഈ ഒരു എക്സ്പ്രഷന്റെ ആൻസർ എന്താണ്? എ പ്ലസ് ബി. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? എയുടെ പ്ലേസിൽ എന്താണ്? 18.43 പ്ലസ് ബി എന്താണ്? 6.57. ഇതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. വെറുതെ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ അതിനെ സബ്ട്രാക്ട് ചെയ്യണം, അതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാം. 18.43 കൂട്ടാൻ അറിഞ്ഞൂടാത്ത കൂട്ടുകാരുണ്ടോ ഇവിടെ? 18.43 പ്ലസ് 6.57. ഓക്കെ, നോക്കിക്കേ, 7 പ്ലസ് 3 എത്രയാ? 10 അല്ലേ. അപ്പൊ 1 നമുക്ക് ശിഷ്ടമുണ്ട്. അപ്പൊ ഇവിടെ എത്ര കിട്ടി? 5. 5 4 9 പ്ലസ് 1 10. ഓക്കെ, ഈ പോയിന്റ് അതുപോലെ ടീച്ചർ താഴെ ഇട്ട് കൊടുത്തേ കേട്ടോ. 10 ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അതിൽ ഒരു ശിഷ്ടമുണ്ട്, 0 ഇവിടെ എഴുതി, ശിഷ്ടം 1 ഉണ്ട്. അപ്പൊ 8 6 എത്രയാ? 14. 14 പ്ലസ് 1 എത്രയാ? 15. അപ്പൊ 5 ടീച്ചർ ഇവിടെ എഴുതി, 1 നമുക്ക് ശിഷ്ടമുണ്ട്. 1 പ്ലസ് 1 എത്രയാ? 2. ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അഡിഷൻ പോലും അറിഞ്ഞൂടാത്ത കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അറിയാവുന്ന കുട്ടികൾ ചെയ്തു പൊക്കോളൂ, അറിഞ്ഞൂടാത്ത എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ടീച്ചർ ഇത് ചെയ്തേക്കുന്നത്. സോ ഇത് എത്രയാണ്? ആൻസർ എത്രയാണ്? 25 ആണ് നമ്മുടെ ആൻസർ ആയിട്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ആദ്യം നിങ്ങൾ ഓർക്കുക ഐഡന്റിറ്റീസിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ ഐഡന്റിറ്റീസ് ഇട്ടാലേ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കിട്ടത്തുള്ളൂ, ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നിങ്ങൾ, ഞാൻ ടീച്ചർ പറഞ്ഞു തന്ന ഈ ഐഡന്റിറ്റീസ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ഞാൻ പറയട്ടെ, ഈ റൈറ്റ് സൈഡിലുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് വേണ്ടത് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. ഓക്കെ, അപ്പൊ റൈറ്റ് സൈഡിലുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കുക എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 943 പ്ലസ് 864 ദ ഹോൾ സ്ക്വയർ മൈനസ് 943 മൈനസ് 864 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1886 ഇൻറ്റു 1728. ഇതെന്താണ്? ഈ ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ പേടിക്കരുത്, ഇത് നമ്മുടെ ഐഡന്റിറ്റീസിലുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കുക, ഇത് നമുക്ക് എ എന്ന് എടുക്കാം, ഇത് നമുക്ക് ബി എന്ന് എടുക്കാം. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? എ പ്ലസ് ബി. ടീച്ചർ ഇവിടെ എഴുതി തരാം, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഇത് ഓക്കെ അല്ലേ? ആണല്ലോ. ഇതേ 943 തന്നെയല്ലേ ഇവിടെ വന്നേക്കുന്നത്, ഇതേ 864 തന്നെയല്ലേ ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ ഇതെന്താണ്? ഇത് എ, ഇത് ബി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ. ഇനി
ഇനി നോക്കിക്കേ, താഴെ വരുന്ന സംഖ്യകളിൽ എന്തെങ്കിലും ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഈ താഴെ തന്നിരിക്കുന്ന സംഖ്യകൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇവിടുത്തെ റിലേഷൻഷിപ്പ് നിങ്ങൾ നോക്കിയാൽ മതി. നമുക്കിവിടെ 943 ഉണ്ട് അല്ലേ, 943. അതിന്റെ ഡബിൾ എടുത്തേ, നിങ്ങൾ ഡബിൾ എടുത്തേ. അപ്പൊ 3 2 6, 4 2 8, 9 2 18. അപ്പൊ കിട്ടിയില്ലേ? 1886 എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, ഈ 943യുടെ ഡബിൾ ആണ്. അതായത് ഇവിടെ എന്താ വരുന്നത്, 2 ഇൻറ്റു എ ആണ് അല്ലേ, ഇൻറ്റു 1728 എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ 64ന്റെ ഡബിൾ ആണ് അല്ലേ, ഡബിൾ. 4 2 8, 6 2 12, ശിഷ്ടം 1, 8 2 16 പ്ലസ് 1 എത്രയാ, 17. അപ്പൊ 1 7 2 8 എന്ന് പറയുന്നത് എന്താ, 2 ഇൻറ്റു ബി ആണ് അല്ലേ. ഈ ഒരു 864 എന്ന് നമ്മൾ ബി ആയിട്ട് എടുത്തു, അതിന്റെ ഡബിൾ ആണ്. നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ 2b എന്ന് എഴുതിക്കൂടെ, എഴുതാലോ. ഇനി നോക്കിക്കേ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സൈഡില്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിൽ ഈ ഒരു ഐഡന്റിറ്റീസ് എഴുതിയിട്ട് അതിന് സോൾവ് ചെയ്യാൻ നോക്കുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫൈനൽ റിസൾട്ട് കിട്ടില്ലേ, ആ റിസൾട്ടിൽ വേണം നമുക്ക് ഈ എയുടെയും ബിയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അപ്പൊ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ, അതിന്റെ വാല്യൂ 4ab ആണ് കേട്ടോ. 4ab അതെങ്ങനെ വന്നു, എങ്ങനെ വന്നു, ഒന്നുകിൽ നിങ്ങൾക്ക് അത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കാം. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ab ആണ്. അല്ലെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് കിട്ടും. ഞാനിപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്തൊന്നും പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ പഠിച്ചു വെക്കുക. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, 4ab ആണ്. 4ab ആണ്. അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം, a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണല്ലോ നമ്മുടെ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, മൈനസ് ഓഫ് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പൊ മൈനസ് ഓഫ് a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, ഇത്രയാണല്ലോ. ഇനി നോക്കിക്കേ, ഇവിടെ ഇപ്പോൾ നമുക്ക് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, ഇവിടെ മൈനസ് അല്ലേ, അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് a സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2ab മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പൊ ഈ പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം, മൈനസ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്താ കിടക്കുന്നത്, ഇവിടെ ഒരു 2ab ഉണ്ട്, ഇവിടെ ഒരു 2ab ഉണ്ട്. അപ്പൊ രണ്ട് 2ab ഉണ്ടല്ലേ, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 4ab കിട്ടും. ഓക്കെ, 4ab ആണ് കിട്ടുന്നത്. 2ab അതിന്റെ കൂടെ വേറൊരു 2ab കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 2 പ്ലസ് 2 എത്ര കുട്ടികളെ, 4 അല്ലേ, 4ab ആണ് നമുക്ക് കിട്ടുക. അപ്പൊ നമ്മുടെ റിസൾട്ട് കിട്ടിയല്ലേ. അപ്പൊ ഇവിടെ എന്ത് വരും, 4ab. താഴെ എന്താ നമുക്ക് കിട്ടിയത്, അവിടെ 4ab ആണ് കിട്ടിയത്. റിസൾട്ട് എത്രയാണ് കുട്ടികളെ, 1 ആണ്. നിങ്ങൾ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ, ഇല്ല. ഓപ്ഷനകത്ത് വേറെ കുറെ വാല്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും, പക്ഷെ റിസൾട്ട് എന്താണ്, 1 ആണ്. വളരെ എളുപ്പമല്ലേ. ഈ വലിയ ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മൾ ചെയ്തു വന്നാലും നമുക്ക് എത്ര ആൻസർ കിട്ടത്തുള്ളൂ, 1 തന്നെ കിട്ടത്തുള്ളൂ കേട്ടോ. ഇതെല്ലാം ഓരോന്നും ഓരോ മോഡലാണ് കേട്ടോ. ഓക്കെ, ചെയ്യുമല്ലോ, എക്സാമിന് വന്നാൽ ചെയ്യുമല്ലോ, ഉറപ്പല്ലേ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2.45 the whole cube plus 7.35 into 1.55 the whole square minus 4.65 into 2.45 the whole square minus 1.55 the whole cube whole divided by 2.45 the whole square minus 2 into 2.45 into 1.55 plus 1.55 the whole square. എൻ്റെ അമ്മ, ഇത് എന്ത് ക്വസ്റ്റ്യൻ അല്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മൾ സോൾവ് ചെയ്തെടുക്കും കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ ടീച്ചർ നേരത്തെ പറഞ്ഞത് തൊട്ട് നമ്മൾ ഇതിന് a എന്ന് കൊടുക്കാം. അപ്പൊ ഇത് a ക്യൂബ് ആയി. 2.45 താഴെയും കിടപ്പുണ്ടല്ലോ, അപ്പൊ നമ്മൾ അതിനെ a എന്ന് പറഞ്ഞു കൊടുക്കുകയാണേ. ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി നമ്മൾ നേരത്തെ പഠിച്ചില്ലേ a ക്യൂബ് മൈനസ് ബി ക്യൂബ്, അല്ലെങ്കിൽ a മൈനസ് ബി ദ ഹോൾ ക്യൂബ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ, a മൈനസ് ബി ദ ഹോൾ ക്യൂബ്, a മൈനസ് ബി ദ ഹോൾ ക്യൂബ്, അതിന്റെ ഒരു എക്സ്പാൻഷൻ ആണ് ആക്ച്വലി ഇത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇത് a ക്യൂബ്. അപ്പൊ ക്യൂബ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോണം, അത് ഇവിടെ ഇടയ്ക്ക് എവിടെയെങ്കിലും മൈനസ് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും, a മൈനസ് ബി ദ ഹോൾ ക്യൂബ് ആയിരിക്കും. പ്ലസ് ആണെങ്കിലോ അത് a പ്ലസ് ബി ദ ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ ആകാനേ വഴിയുള്ളൂ. ഇവിടെ a ക്യൂബ് ഉണ്ട്, ഇത് 2.45 ഉണ്ട്, ഇവിടെ നോക്കിക്കേ 1.55 ഉണ്ട്. അപ്പോൾ ഇത് b ആയിട്ട് നമുക്ക് എടുക്കാം, ഇത് b ആയിട്ട് എടുക്കാം. അപ്പോൾ ഇടയ്ക്ക് മൈനസ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം, മൈനസ് ഉണ്ട്. മൈനസ് ഉണ്ടെങ്കിൽ അത് എന്തായാലും അത് a മൈനസ് ബി ദ ഹോൾ ക്യൂബ് ആയിരിക്കും. അതിന്റെ എക്സ്പാൻഷൻ ആണ് ഈ ഒരു സാധനം കേട്ടോ. അപ്പൊ a മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ,
എ ക്യൂബ് മൈനസ് 3a² ബി പ്ലസ് 3ab² മൈനസ് ബി ക്യൂബ് ആണ് എ മൈനസ് ബി ദ ഹോൾ ക്യൂബ്. അതിനെ എക്സ്പാൻഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത്. എങ്ങനെ മനസ്സിലാക്കാം നമുക്ക്? ആദ്യം നിങ്ങൾ നോക്കേണ്ട ക്യൂബ് ഉണ്ടോ എന്ന് നോക്കുക. ക്യൂബ് ഉണ്ട്, രണ്ടറ്റത്തും ക്യൂബ് ഉണ്ടോ നോക്കുക. ഇവിടെ ഇപ്പോൾ ഒരു സംഖ്യയുടെ ക്യൂബ് ഉണ്ട്, ഇവിടെ വേറൊരു സംഖ്യയുടെ ക്യൂബ് ഉണ്ട്. അപ്പൊ എന്തായാലും അത് എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് ആകാനേ ചാൻസ് ഉള്ളൂ. മൈനസും ഉണ്ട് ഇടയ്ക്ക്, അതുകൊണ്ട് എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് ആകാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇതിവിടെ നമുക്ക് 2.45 ദ ഹോൾ ക്യൂബ്. ഇനി നോക്കിക്കേ ഇതെങ്ങനെയാ വരുന്നത്? ആദ്യം ടീച്ചർ എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്നുള്ളത് നമ്മളൊരു ഊഹം വെച്ചെടുത്തു. എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് ആകാനേ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എന്താ? എ ക്യൂബ് പ്ലസ് 3ab² മൈനസ് 3a² ബി മൈനസ് ബി ക്യൂബ്. ഈ ഒരു ഫോമുലാണ് മേളിൽ എഴുതിയേക്കുന്നത്. നമ്മൾ സാധാരണ ഫോമുല എഴുതുമ്പോൾ എ ക്യൂബ് മൈനസ് 3a² ബി പ്ലസ് 3ab² മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. ഇവിടെ നമ്മുടെ ചോദ്യത്തില് സൈന് കണ്ടോ, അടുപ്പിച്ച് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്, അടുപ്പിച്ച് പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ എഴുതിയത് കേട്ടോ. ഇനി നോക്കിക്കേ, എ ക്യൂബ് ഓക്കെ, 2.45ന്റെ ക്യൂബ്. അപ്പൊ എ ക്യൂബ് ഓക്കെ ആണ്. ഇനി നോക്കിക്കേ, ഇവിടെ 3 അടപ്പുണ്ട്. അയ്യോ 3 കണ്ടില്ല, പക്ഷെ ബിന്റെ സ്ക്വയർ ഉണ്ട് അല്ലേ? ബി എന്ന് പറയുന്നത് എത്രയാ? 1.55 ആണ് നമ്മൾ ബി ആയിട്ട് എടുത്തേക്കുന്നത്. ഏതാണ്? 1.55 ആണ് നമ്മൾ എന്തായിട്ട് എടുത്തേക്കുന്നത്? ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്നത്. ബി നമുക്ക് കിട്ടിയിട്ടുണ്ട് 1.55. ഇനി അപ്പൊ അതിന്റെ സ്ക്വയർ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇതെന്തായിരിക്കും കുട്ടികളെ? ഈ ഒരു സാധനം എന്തായിരിക്കും? 3 ഇൻറ്റു എ ആയിരിക്കും. 3 ഇൻറ്റു എ. അപ്പൊ 3 ഇൻറ്റു എ 2.45 അല്ലേ? 2.45 ആണ് നമ്മുടെ എ. അതിന്റെ 3 ടൈംസ് എടുത്തേ, 3 എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ എത്ര കിട്ടും? 5 3 15, 1 ശിഷ്ടം 4 3 12 പ്ലസ് 1 13, 1 ശിഷ്ടം 3 2 6 7. ഈ പോയിന്റ് അതുപോലെ ടീച്ചർ താഴെ ഇട്ടു. അപ്പൊ എത്ര കിട്ടി? 7.35. അപ്പൊ ഈ 3a എന്ന് പറയുന്നത് ഈ സാധനം എന്താണ്? 7.35 എന്താണ്? 3a ആണ്. അതുപോലെ ഇവിടെ 4.65 എന്ന് പറയുന്നത് 3b ആണ് കേട്ടോ. 3b ഈ ഒരു ഫോമുലയില് 3b. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ് മേളിൽ കിടക്കുന്ന ഈ ഒരു ന്യൂമറേറ്ററിന്റെ ടേം എന്ന് പറയുന്നത്? ഈ ഒരു ന്യൂമറേറ്റർ ടേം എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് ടേം ആണ്. അത് അത്രയും ഓക്കെ ആണ്. ഇനി താഴത്ത് നോക്കിക്കേ, ഇത് എ അല്ലേ? ഇത് a² മൈനസ് ഇത് b². അപ്പൊ a² മൈനസ് ഇത് a ആണ്, ഇതെന്താണ്? b ആണ്. അപ്പൊ a² മൈനസ് 2ab പ്ലസ് b² എന്ന് പറഞ്ഞാൽ എന്താ? a² മൈനസ് 2ab ബൈ 2ab പ്ലസ് b² എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. എന്താണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ എന്ത് കിട്ടി? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എ മൈനസ് ബി ദ ഹോൾ ക്യൂബും ഡിനോമിനേറ്റർ എന്താ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഇവിടെ നോക്കിക്കേ, എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? എ മൈനസ് ബി ആണ് വരുന്നത്. അത് അറിയാവുന്ന കുട്ടികൾക്ക് ഓക്കെ, നിങ്ങൾ ചെയ്തോളൂ. അറിഞ്ഞൂടാത്തവര് ഇവിടെ കമോൺ നോക്കിക്കേ, എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ കുട്ടികളെ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി, അതായത് എ മൈനസ് ബിനെ 3 തവണ നമ്മൾ ഗുണിക്കുന്നു. അതിന് പകരം ഇത്രയും എഴുതുന്നതിന് പകരമാണ് നമ്മൾ എന്ത് എഴുതിയേക്കുന്നത്? എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കുന്നത്. താഴെ നമുക്ക് എന്താ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ ഉള്ളത്, അതായത് അംശവും ഛേദവും ഒരുപോലെ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എത്രയാ വരുന്നേ? എ മൈനസ് ബി ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ റിസൾട്ട് എന്താ? എ മൈനസ് ബി ആണ്. അപ്പൊ എ എത്രയാ? 2 പോയിന്റ്. ടീച്ചർ ഇവിടെ ചെയ്തു തരാം. 2 പോയിന്റ് ഇവിടെ ശ്രദ്ധിച്ചു നിങ്ങൾ. 2.45 മൈനസ് ബി എത്രയാ? 1.55. സബ്ട്രാക്ട് ചെയ്തേ. കുറച്ച് നിങ്ങൾ 5 5 കുറയ്ക്കുമ്പോൾ 0, 4 5 പോവോ? ഇല്ല. അപ്പൊ നമ്മൾ 2 ഇങ്ങോട്ട് കടം എടുക്കുമ്പോൾ 14. 14 5 പോകുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാ കിട്ടുക? 9. ആ പോയിന്റ് അതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇവിടെ ഇപ്പോ 2 1 കടം എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ 1 ആയി മാറും. 1 - 1 0.
0.90. അപ്പൊ നമുക്ക് എത്ര കിട്ടി? റിസൾട്ട് എത്ര കിട്ടി? 0.9. 0.90 എന്ന് ഇട്ടാലും സെയിം തന്നെയാണ്, 0.9 ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ ചെയ്യുമല്ലോ അല്ലേ? ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, ഇതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് ടീച്ചർ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഉണ്ടല്ലോ അതിനകത്തോട്ട് ഇടാം കേട്ടോ. അതിനകത്തോട്ട് പോസ്റ്റ് ചെയ്തേക്കാം. സോൾവ് ചെയ്ത് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുവേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഐഡന്റിറ്റീസിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത ടൈപ്പ്, അതായത് സിംപ്ലിഫിക്കേഷനകത്ത്, ലഘൂകരണത്തിനകത്ത് വരുന്ന അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇതുപോലെ ഫ്രാക്ഷൻസ് തന്നിട്ട് അതിനെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഒരു സീരീസ് പോലെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, 1 + 1/2 into 1 + 1/3 into 1 + 1/4 എക്സെട്ര into 1 + 1/8. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ഈ ഒന്നിനെ ഈ അര കൊണ്ട് ആഡ് ചെയ്യും. പിന്നെ അതിന് ആ ഒരു റിസൾട്ടിനെ വീണ്ടും 1 + 1/3 ചെയ്തിട്ട് ആ റിസൾട്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരെ മൾട്ടിപ്ലൈ ചെയ്യും? അപ്പോൾ അത് ശരിയായ മെത്തേഡ് അല്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കത് വേണ്ട. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം അല്ലെ? പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്തണം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, പഠിച്ചു വെച്ചോ നിങ്ങൾ. അതായത് ഇതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇങ്ങനെ വരുന്നത് സിംപ്ലിഫിക്കേഷനകത്ത് നമ്മൾ സെക്കൻഡ് കാറ്റഗറിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, അതായത് 1 നിങ്ങൾ പഠിച്ചു വെച്ചോ, 1 + 1/2 1 + 1/2 into 1 + 1/3 into 1 + 1/4 etc. into 1 + 1/x which is equal to x + 1/2 ആയിരിക്കും. എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? x + 1/2 ആയിരിക്കും. പഠിച്ചു വെച്ചോ, നോട്ട് ചെയ്ത് പഠിച്ചോ. 1 + 1/2 plus 1 + 1/3 1 + 1/2 into 1 + 1/3 into 1 + 1/4 etc. up to 1 + 1/x ആണെങ്കിൽ അതിന്റെ ആ ഒരു ഇത്രയും ഈ ഒരു വാല്യൂസ് ഇല്ലേ, അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഇതിനെ ഗുണിക്കുന്നത് എന്ന് പറയുന്നത്, അതായത് അതിന്റെ ഗുണനഫലം എന്ന് പറയുന്നത് x + 1/2 ആയിരിക്കും. ഇനി നിങ്ങൾക്ക് സുഖമായിട്ട് പറഞ്ഞൂടെ? ഈ നോക്കിക്കേ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ അല്ലേ മേളിൽ കിടക്കുന്നേ. നമ്മുടെ എക്സിന്റെ പ്ലേസിൽ ഇവിടെ എത്രയാ? ഇവിടെ നമുക്ക് എക്സിന്റെ പ്ലേസിൽ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് 80 ആണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ റിസൾട്ട് എത്രയാ വരുന്നത്? 80 + 1 x + 1 divided by 2. 80 + 1 81 divided by 2. കിട്ടിയില്ലേ? കഴിഞ്ഞില്ലേ? വളരെ എളുപ്പമല്ലേ? ചെയ്തൂടെ? നിങ്ങൾക്ക് ചെയ്യാവല്ലോ. ഇത് നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നോക്കിക്കേ, 1 + 1/21. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനകത്ത് 1 + 1 ഇവിടെ 2 ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. 2, 3, 4 അങ്ങനെ പോയേക്കുന്നത്. അങ്ങനെയാണ് പോയേക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ 1 + 1/21 ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അത് നോട്ട് ചെയ്ത് വെച്ചോ. 21 into 1 + 1/22 into 1 + 1/23 etc. up to 1 + 1/104. ഇതിന്റെ വാല്യൂ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ ചെയ്യാം? അതായത് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ, ആക്ച്വലി നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനകത്ത് ഇവിടെ 2 അല്ലായിരുന്നോ? ഈ 2 ആണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇത് നമ്മുടെ റിസൾട്ട് നമ്മൾ എഴുതുമ്പോഴത്തേക്ക് എഴുതത്തില്ലേ, x + 1 divided by ഇവിടെ 2 എന്ന് എഴുതിയേക്കുന്നത്. ആ 2 ഏത് 2 ആണ്? ഈ ഒരു 2 ഇല്ലേ, ഈ ഒരു 2 ആണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത് കേട്ടോ. ഓക്കെ, x + 1/2. അതുപോലെ നമ്മൾ ഇവിടെ ഒരു ഫോമുല എഴുതുമ്പോൾ എങ്ങനെ നമ്മൾ എഴുതും? ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? x + 1 അതിന് മാറ്റമില്ല, x + 1ന് മാറ്റമില്ല, ഡിവൈഡഡ് ബൈ ഇവിടെ
21 ആണ്. ഡിവൈഡഡ് ബൈ 21. ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി എക്സ് എന്ന് പറയുന്നത് എന്താ ഇവിടെ 104 ആണ് ഇവിടെ എക്സ്. നമുക്ക് ഇവിടെ എക്സ് എന്ന് പറയുന്നത് 104 ആണ്. അപ്പൊ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 105 ആയിരിക്കും. 105 ആയിരിക്കും. അപ്പൊ എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 21 അല്ലേ നമ്മുടെ ആൻസർ. അതായത് 105 ഡിവൈഡഡ് ബൈ 21. 105 ഡിവൈഡഡ് ബൈ 21. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കേ. ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ 1 പ്ലസ് ഇട്ടല്ലേ പഠിച്ചത്. ഇനി അതേ ടൈപ്പ് തന്നെ 1 മൈനസ് വന്നാൽ എങ്ങനെ ചെയ്യും? 1 മൈനസ് 1/2 ഇൻറ്റു 1 മൈനസ് 1/3 ഇൻറ്റു 1 മൈനസ് 1/4 എക്സെട്ര അപ് ടു 1 മൈനസ് 1/178. ഇങ്ങനെ വന്നാൽ എങ്ങനെ ചെയ്യും? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ അത് ഓർക്കുക. മൈനസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 1/x ആണ് കേട്ടോ. അതായത് ഇങ്ങനെയാ വരുന്നത് 1 മൈനസ് 1/2 ഇൻറ്റു 1 മൈനസ് 1/3 ഇൻറ്റു 1 മൈനസ് 1/4 എക്സെട്ര ഇൻറ്റു 1 മൈനസ് 1/x വരാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും കുട്ടികളെ? 1/x തന്നെ ആയിരിക്കും. എന്തായിരിക്കും? 1/x തന്നെ ആയിരിക്കും. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റിനകത്ത് എക്സിന്റെ പ്ലേസിൽ എന്താ കിടക്കുന്നത്? 178 ആണ് കിടക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് എത്രയാ? 178 ആണ്. എക്സ് എന്ന് പറയുന്നത് എത്രയാ? 178 ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1/x അല്ലേ? 1/x ആണ്. അതായത് 1/178 ആണ് നമ്മുടെ ആൻസർ കേട്ടോ. 1/178. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1 മൈനസ് 1/2 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1/3 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1/4 സ്ക്വയർ എക്സെട്ര അപ് ടു 1 മൈനസ് 1/80 സ്ക്വയർ. ഇതെങ്ങനെ നമ്മൾ ചെയ്യും? അപ്പൊ ഇതും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. അതായത് 1 മൈനസ് 1/2 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1/3 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1/4 സ്ക്വയർ എക്സെട്ര അപ് ടു 1 മൈനസ് 1/x സ്ക്വയർ ആണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 2x ആയിരിക്കും. എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2x ആയിരിക്കും. പഠിച്ചു വെച്ചോ. എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2x ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കേസിൽ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എത്രയാ? ഇവിടുത്തെ കേസിൽ എക്സ് എന്ന് പറയുന്നത് എത്രയാ? 80 ആണ്. ഇതല്ലേ നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 80 ആണ് എക്സ്. അതിന്റെ സ്ക്വയർ ആണ് കൊടുത്തേക്കുന്നത്. സോ 80 ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റിസൾട്ട് എത്രയാ? റിസൾട്ട് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2x ആണ്. അതായത് 80 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 80. അപ്പൊ 81 ഡിവൈഡഡ് ബൈ 160 ആണ്. 80ന്റെ ഡബിൾ എത്രയാ? 160. ഓക്കെ, കറക്റ്റ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെയിം ഇതുപോലത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. 1 മൈനസ് 1/2 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1/3 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1/4 സ്ക്വയർ എക്സെട്ര അപ് ടു 1 മൈനസ് 1/120 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. 1 മൈനസ് 1/2 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1/3 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1/4 സ്ക്വയർ എക്സെട്ര അപ് ടു 1 മൈനസ് 1/120 സ്ക്വയർ എത്രയാണ്? നമ്മൾ പഠിച്ചതാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ഇത് എക്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2x ആയിരിക്കും എന്ത്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സോ എക്സിന്റെ സ്ഥാനത്ത് എത്രയാണ് കിടക്കുന്നത്? 120 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 120. അപ്പൊ എത്ര കിട്ടും? 121 ഡിവൈഡഡ് ബൈ 120ന്റെ ഡബിൾ എത്രയാ? 240. 121 ബൈ 240 ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓക്കെ, അപ്പോൾ പഠിച്ചതൊന്നുകൂടെ പറഞ്ഞു തരട്ടെ. നോക്കിക്കേ, നമ്മൾ ആദ്യം നോക്കിയത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ്. അതായത് 1 പ്ലസ് 1/2 ഇൻറ്റു 1 പ്ലസ് 1/3 ഇൻറ്റു 1 പ്ലസ് 1/4 എക്സെട്ര അപ് ടു 1 പ്ലസ് 1/x എന്ന് പറയുന്നത് എത്രയാ? എക്സ് പ്ലസ് 1/2 ആണ്. അതിന്റെ വാല്യൂ നമ്മൾ പഠിച്ചു വെച്ചോ. എക്സ് പ്ലസ് 1/2. ഇതേ സ്ഥാനത്ത്
നമ്മൾ 1/2 പകരം വേറെ ഏതെങ്കിലും ഒരു സംഖ്യയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ആക്ച്വലി എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഈ ഫസ്റ്റ് ടേമിനകത്ത് വരുന്ന ഈ 1 ഡിവൈഡഡ് ബൈ കഴിഞ്ഞിട്ട് താഴെ ഡിനോമിനേറ്റർ വരത്തില്ലേ, അതായത് ഛേദം വരത്തില്ലേ, അപ്പൊ അതിന്റെ വാല്യൂ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഇവിടെ എഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ എക്സ് പ്ലസ് 1/21. അപ്പൊ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാം. അതുകൊണ്ടാണ് ടീച്ചർ അത് പറഞ്ഞു തന്നത്. അടുത്തത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ 1 പ്ലസിന്റെ സ്ഥാനത്ത് 1 മൈനസ് വന്നു കഴിഞ്ഞാൽ റിസൾട്ട് മാറും. എന്താകും, 1/x ആയിട്ട് മാറും കേട്ടോ. 1/x ആയിട്ട് മാറും. അടുത്തത് 1 മൈനസ് 1/2 സ്ക്വയർ ഉണ്ട്, 1 മൈനസ് 1/3 സ്ക്വയർ ഉണ്ട്, 1 മൈനസ് 1/4 സ്ക്വയർ എക്സെട്ര അപ് ടു 1 മൈനസ് 1/x സ്ക്വയർ വന്നു കഴിഞ്ഞാൽ റിസൾട്ട് എന്താണ്, എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2x ആണ്. എന്താണ്, എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2x ആണ്. എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2x ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അടുത്തത് 1 മൈനസ് 1/2 സ്ക്വയർ ഉണ്ട്, 1 മൈനസ് 1/3 സ്ക്വയർ ഉണ്ട്, 1 മൈനസ് 1/4 സ്ക്വയർ. സെയിം സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സ് പ്ലസ് 1/2x ആണ്. അത് വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്താൽ മതിയാവും. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ്, അതായത് സിംപ്ലിഫിക്കേഷനകത്ത് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാഡർ ഫ്രാക്ഷൻസ് ആണ് കേട്ടോ. നമ്മൾ ഇതിനെ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനെ പറയുന്നത് ലാഡർ ഫ്രാക്ഷൻ എന്നാണ്. ലാഡർ ഫ്രാക്ഷൻ. ഓക്കെ, ലാഡർ ഫ്രാക്ഷൻസ് കണ്ടില്ല, ഒരു സ്റ്റെപ്പ് മാതിരി നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനെ കയറി പോവാം. ഓക്കെ, അപ്പോൾ ലാഡർ ഫ്രാക്ഷനകത്ത് നമ്മളിത് പഠിക്കുന്നുണ്ട്. പക്ഷെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ലഘൂകരണം എന്ന് പറയുന്ന ഭാഗത്താണ് ഇത് കൂടുതലും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതെങ്ങനെ നമ്മൾ സാധാരണ ചെയ്യും നോക്കിക്കേ. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2/5. ഇതെങ്ങനെ ചെയ്യും കുട്ടികളെ? നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ ഈ താഴെ നിന്ന് മുകളിലോട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഇത്രയും നമ്മൾ ആദ്യം സോൾവ് ചെയ്യും. ഇത് ഇത്രയും സോൾവ് ചെയ്തിട്ട് പിന്നെ അതിന്റെ 1/, ദാറ്റ് മീൻസ് റെസിപ്രോക്കൽ, അതായത് അതിന്റെ വിൽക്രമം എടുത്ത് അതിന് 1 ആഡ് ചെയ്ത് കിട്ടുന്ന ഒരു റിസൾട്ടിന്റെ വീണ്ടും വിൽക്രമം എടുക്കുമ്പോഴത്തേക്ക്, റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ ടീച്ചർ ഇതൊന്ന് പറഞ്ഞു തരാം. 1 പ്ലസ് 2/5 ഇതെങ്ങനെ നമ്മൾ ചെയ്യും? 1 പ്ലസ് 2/5, 1 പ്ലസ് 2/5. ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ അറിയാം എന്നുള്ള കുട്ടികൾ നിങ്ങൾ ചെയ്തു പൊക്കോളൂ. അറിഞ്ഞൂടാത്ത കുട്ടികൾ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ 5, നമ്മൾ ഈ 5 ഇല്ലേ, ഈ 5നെ ഈ 1 കൊണ്ട് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. 5നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 5 കിട്ടും. എന്നിട്ട് ഈ പ്ലസ് ഉണ്ടല്ലോ അതിന് ഇതുപോലെ അങ്ങ് എഴുതുക. ഓക്കെ, അപ്പൊ 1 എന്ന് പറയുമ്പോൾ എന്താ കുട്ടികളെ? 1 മീൻസ് 1/1 ആണ് കേട്ടോ. നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ 1/1. താഴത്തെ ഈ 1 ഇല്ലേ, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? ഗുണിക്കുക. അപ്പൊ എത്ര കിട്ടും? 2. അതിനിങ്ങോട്ട് എഴുതാമല്ലോ. എന്നിട്ട് ഈ 1നെ 5 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് താഴെ എഴുതണം. അപ്പൊ എത്ര കിട്ടും നമുക്ക്? എത്ര കിട്ടും? 5 കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാ? 7/5 ആണ് കിട്ടുന്നത്. എത്ര കിട്ടി? 7/5 കിട്ടി. ഇനി ടീച്ചർ ഈ ഇത്രയും സാധനത്തിന് പകരം, ഇത്രയില്ലേ, അതിന് പകരം എന്ത് എഴുതാൻ പോവാ? 7/5 എന്ന് എഴുതാൻ പോവാണ്. 7/5 എന്ന് എഴുതി. ഓക്കെ, ഇനി നോക്കിക്കേ, 1 ഡിവൈഡഡ് ബൈ 7/5 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? 5/7 ആണ് കേട്ടോ. അപ്പൊ 1 ഡിവൈഡഡ് ബൈ, ഇപ്പൊ x/y ആണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് y/x ആണ്. പഠിച്ചു വെച്ചോ, അതായത് x/y-ന്റെ വിൽക്രമമാണത്. ഓക്കെ, അപ്പൊ x/y-ന്റെ വിൽക്രമം ആണ് 1/x/y എന്ന് പറയുന്നത് എന്താ? y/x. അതുപോലെ 1/7/5 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5/7 ആയിരിക്കും. എത്രയായിരിക്കും? 5/7. അപ്പൊ ടീച്ചർ ഇവിടെ എന്ത് എഴുതാൻ പോവാണ്? 5/7 എഴുതാൻ പോവാണ്. ഓക്കെ, വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? 1 പ്ലസ് 5/7 ചെയ്യേ. 1 പ്ലസ് 5/7. അപ്പോൾ എങ്ങനെ ചെയ്യും? 1 പ്ലസ് 5/7, 1 പ്ലസ് 5/7 എങ്ങനെ ചെയ്യും? 1 മീൻസ് 1/1. ഈ 7നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? 7 കിട്ടും. ഈ 7നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ. പ്ലസ് അതുപോലെ ഇടുക, ഈ പ്ലസ് എടുത്ത് അതുപോലെ ഇടുക. 1 ഇൻറ്റു 5 ചെയ്യണം. എത്ര കിട്ടും? 5 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 7. എത്രയാ? 1 ഇൻറ്റു 7 എന്ന് പറയുന്നത് 7. സോ 7 പ്ലസ് 5 എന്ന് പറയുന്നത് എത്രയാ? 7 പ്ലസ് 5 എന്ന് പറയുന്നത് 12. 12 ഡിവൈഡഡ് ബൈ 7. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 12/7 ആണ്. ഇപ്പൊ 12 ഡിവൈഡഡ് ബൈ 7.
ഓക്കെ, അപ്പൊ 12/7 ആണ് നമുക്ക് കിട്ടിയത്. ഇനി 1/12/7 എന്ന് പറയുമ്പോൾ എത്രയാ? 1/12/7 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 7/12. അപ്പൊ എത്ര സ്റ്റെപ്സ് ചെയ്തിട്ടാണ് നമുക്ക് ആൻസർ കിട്ടിയത് അല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതാണ് ശരിക്കുള്ള ഒരു ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ശരിയായ രീതി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ചെയ്തു പോകേണ്ടത്. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അത്രയും സമയം ഇവിടെ എന്താണ് നഷ്ടമാവുകയാണ്. അപ്പൊ നമുക്കത് വേണ്ട. അതുകൊണ്ട് ഇത് ചെയ്യാനുള്ള ഷോർട്ട് ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഏതാ? ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 3/5 ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര പ്ലസ് ഉണ്ട്? ഈ ഒരു ഫ്രാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ എത്ര പ്ലസ് ഉണ്ട്? 1 2 3 4 അഡീഷൻ ആണ് ആക്ച്വലി ഇവിടെ വരുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ 3/5 അല്ലേ ലാസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്? എത്രയാ? 3/5. അപ്പൊ ആ ടീച്ചർ ആദ്യം 3 ഇവിടെ എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് 5 എഴുതുന്നു. എഴുതാലോ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിക്കേ, പ്ലസ് നോക്കുക. ചുമ്മാ വെറുതെ നമ്മൾ എന്ത് ചെയ്യുന്നു? വെറുതെ പ്ലസ് ഇട്ട് വെക്കുന്നു. എത്ര പ്ലസ് ഉണ്ടോ അത്രയും വെറുതെ ഇട്ട് വെക്കുക. ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പ്ലസ് അവിടെ ജസ്റ്റ് പ്ലസ് ഒന്ന് നൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ, എഴുതി വെക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 5 ഉണ്ടല്ലോ, ഈ 5നെ 3 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 5 + 3 എത്രയാ? 8. ഓക്കെ അല്ലേ? ഇനി 8 + 5 ചെയ്യണം. 8നെ 5 ആഡ് ചെയ്യണം. 8 + 5 എന്ന് പറയുന്നത് എത്രയാ? 13 അല്ലേ? 13. ഇനി 13 + 8 ചെയ്യണം. എത്ര കിട്ടും? 13 + 8 ചെയ്യുമ്പോൾ 21. ഇനി 21 + 13 ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 3 + 1 4, 2 + 1 3, 34 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇത്രയും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കുക. ഓക്കെ, നമ്മൾ എത്ര പ്ലസ് ഉണ്ട്? 4 പ്ലസ് ആഡ് ചെയ്തു. പ്ലസ് വെച്ച് ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് പ്ലസ് വരെ നിങ്ങൾ ചെയ്യുക, എന്നിട്ട് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ റിസൾട്ട് എഴുതുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 1 ഡിവൈഡഡ് ബൈ ഒരു ലാഡർ ഫ്രാക്ഷൻ വരെയാണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ ഒരു ലാഡർ ഫ്രാക്ഷൻ വരെയാണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഈ സെക്കൻഡ് ലാസ്റ്റ് ഇല്ലേ, അതായത് ലാസ്റ്റ് രണ്ടാമത്തത്, ഇതാണ് സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് ലാസ്റ്റ് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ലാസ്റ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് ലാസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ലാസ്റ്റ് ആയിരിക്കും നമ്മുടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ആൻസർ എത്ര കിട്ടും? 21/34 കിട്ടും. 21 ഡിവൈഡഡ് ബൈ 34, അതാണ് നമ്മുടെ ആൻസർ കേട്ടോ. 21 ഡിവൈഡഡ് ബൈ 34. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനകത്ത് നോക്കിക്കേ 1 ഡിവൈഡഡ് ബൈ ഒരു ലാഡർ ഫ്രാക്ഷനാണ് വന്നേക്കുന്നത്. അപ്പൊ 1 ഡിവൈഡഡ് ബൈ ലാഡർ ഫ്രാക്ഷൻ വരാം, അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും വരാം. 1 പ്ലസ് ഇങ്ങനെ 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ലാഡർ ഫ്രാക്ഷൻ വന്നാൽ അന്നേരം എന്ത് ചെയ്യും കുട്ടികളെ? ഇവിടെ നമുക്ക് ഒരു 1 പ്ലസ് ഒരു പ്ലസ് കൂടെ അധികം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഈ 3/5 3 എഴുതുന്നു, പിന്നെ എന്ത് എഴുതുന്നു? 5 എഴുതുന്നു. 3 എഴുതി 5 എഴുതി, ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ 3 എഴുതുന്നു, 5 എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കുകയാണെ. എത്ര പ്ലസ് ആണ് ഇവിടെ? 1 2 3 4 5. അപ്പൊ 1 2 3 4 5. ഓക്കെ, ഇനി ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുക, നേരത്തെ ചെയ്ത കൂട്ട് ആഡ് ചെയ്യുക. 5 + 3 എത്രയാ? 5 + 3 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇനി 8 + 5 ചെയ്യുക. 8 + 5 5 + 5 13. 13 + 8 21. 21 + 13 എത്രയാ? 34. 34. ഇനി 34 + 21. 4 + 1 5, 2 + 3 5. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടിയ ആൻസറിലോട്ട് വരാൻ പോവാണേ. നമ്മൾ നേരത്തെ കേസിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ടേം ഇല്ല, അതായത് ഈ 1 പ്ലസ് എന്ന് പറയുന്ന സംഭവം ഇല്ല. നമുക്ക് ഇത്രയും ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ഈ ഒരു ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അന്നേരം നമ്മൾ എങ്ങനെ ആൻസർ എഴുതി? സെക്കൻഡ് ലാസ്റ്റ് ഡിവൈഡഡ് ബൈ ലാസ്റ്റ് അല്ലേ? എന്നാൽ
ഒരു 1 പ്ലസ് കൂടെ കയറി വരുമ്പോൾ നിങ്ങളെ ആൻസർ എന്ന് പറയുന്നത് 1 പ്ലസ് ഒരു ലാഡർ ഫ്രാക്ഷൻ വന്നാൽ നമ്മുടെ ആൻസർ നിങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും ലാസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ലാസ്റ്റ് ആണ്. ലാസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ലാസ്റ്റ് ആണ്. അപ്പൊ ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? 50. ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 55. സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് 34. സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റിൽ നിന്ന് രണ്ടാമത്തേത്. അപ്പൊ എത്രയാ? 34. അപ്പം 55/34 നമ്മുടെ ആൻസർ കേട്ടോ. അപ്പൊ ഈ രണ്ട് ടൈപ്പും ചോദിക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ചെയ്യേണ്ട മെത്തേഡ് ഒരുപോലെ തന്നെയാണ്. പക്ഷെ എടുത്തെഴുതുമ്പോൾ എൻ്റെ പൊന്നുകുട്ടികളെ നിങ്ങൾ തെറ്റിക്കാതെ എഴുതുക. കാരണം ഓപ്ഷനകത്ത് എന്ത് കാണും? 34/55 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും കാണും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത്. നിങ്ങൾ സെറ്റ് ചെയ്ത് തന്നെ പഠിക്കുക, ഉറപ്പിച്ച് തന്നെ പഠിക്കുക. 1 ഡിവൈഡഡ് ബൈ ഒരു ലാഡർ ഫ്രാക്ഷൻ വരെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 1 ഡിവൈഡഡ് ബൈ ലാഡർ ഫ്രാക്ഷൻ വരെയാണെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ബൈ ലാസ്റ്റും, 1 പ്ലസ് ഒരു ലാഡർ ഫ്രാക്ഷൻ വരെയാണെങ്കിൽ ലാസ്റ്റ് ബൈ സെക്കൻഡ് ലാസ്റ്റും ആണ് എന്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1 ഡിവൈഡഡ് ബൈ, നമ്മൾ നേരത്തെ പ്ലസ് അല്ലേ ചെയ്തത്, അതിന് പകരം ഇവിടെ മൈനസ് ആണ് വന്നേക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളേ. നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും? ആദ്യം നമ്മൾ ലാസ്റ്റത്തെ ഈ ഒരു ഫ്രാക്ഷൻ എടുക്കുന്നു, 2/3. അപ്പൊ 2 ആദ്യം എഴുതുന്നു, 3 രണ്ടാമത് എഴുതുന്നു. പിന്നെ എന്താ? മൈനസ് ആണ്. ഇവിടെ എത്ര തവണ മൈനസ് ഉണ്ട്? 1, 2, 3. അപ്പൊ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 - 3 നിങ്ങൾ ചെയ്യരുത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണം സബ്ട്രാക്ട് ചെയ്യാൻ കേട്ടോ. തിരിച്ച് ചെയ്യരുതേ. തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സബ്ട്രാക്ഷൻ അഡിഷൻ പോലല്ല. അഡിഷൻ ആകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ആഡ് ചെയ്താലും അവിടെ നിന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്താലും നമുക്ക് റിസൾട്ട് സെയിം. സബ്ട്രാക്ഷൻ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാലോ, സബ്ട്രാക്ഷൻ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട? ആ ഡയറക്ഷൻ നോക്കി തന്നെ ചെയ്യണം, തിരിച്ച് ചെയ്യരുതേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, ഇതാണ് നമ്മുടെ ഡയറക്ഷൻ. അപ്പൊ 3 - 2 ചെയ്യാം. 3 - 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 ന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി 1. ഇത്രയും ഓക്കെയാണ്. ഇനി 1 - 3, 1 വേണം 3 കുറയ്ക്കാനായിട്ട്. 1 - 3 അറിയാന്നുള്ളവർക്ക് നിങ്ങൾ ചെയ്തോളൂ. 1 - 3 എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാ? -2 ആണ് വരുന്നത് അല്ലേ? അപ്പൊ എങ്ങനെ നമ്മൾ എങ്ങനെ ചെയ്യും? അറിഞ്ഞുകൂടാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചേ. നമ്മൾ സാധാരണ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? ആദ്യം നമ്മൾ വലുതിന്ന് ചെറുത് കുറയ്ക്കാം. നമ്മൾ സാധാരണ വലുതിന്ന് ചെറുത് കുറയ്ക്കത്തില്ലേ? ഇപ്പൊ ഇവിടെ വലിയ സംഖ്യ ഏതാ? നിങ്ങൾ ചിഹ്നം നോക്കണ്ട, ജസ്റ്റ് വലിയ സംഖ്യ ഏതാ? 3ഉം ചെറിയ സംഖ്യ ഏതാ? 1ഉം ആണ്. 3 ആണ് വലുത്, 1 ആണ് ചെറുത്. വലുതിന്ന് ചെറുത് കുറച്ചേ. 3 - 1 അപ്പൊ 2 കിട്ടി അല്ലേ? എന്നിട്ട് നമ്മൾ വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. ഇവിടെ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ +1 മീൻസ് അത് പോസിറ്റീവ് വാല്യൂ ആണ്. -3 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് വാല്യൂ ആണ്. അതിന്റെ ചിഹ്നം എത്രയാടാ? ചിഹ്നം എന്താണ്? മൈനസ് ആണ്. മൈനസ് അങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ സിമ്പിൾ മാത്സ് ആണ്, ബേസിക് മാത്സ് ആണ്, സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചു വരുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ -2. അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താലും മതി. ചെറുതിന്ന് വലുത് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടത്തുള്ളൂ? നെഗറ്റീവേ കിട്ടത്തുള്ളൂ കേട്ടോ. ജസ്റ്റ് സാധാരണ സബ്ട്രാക്ട് ചെയ്യുന്ന തൊട്ട്, സാധാരണ കുറയ്ക്കുന്ന തൊട്ട് കുറയ്ക്കുക, എന്നിട്ട് ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ എത്ര കിട്ടി ഇവിടെ? -2 കിട്ടി. അത് നമ്മൾ എഴുതി. ഇനി അടുത്ത് എന്താണ്? -2 - 1 ആണ്. -2 - 1 ആണ്. അപ്പൊ -2 - 1 സാധാരണ നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇത് ചെയ്താൽ മതി. -2 - 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ -3. -2 - 1 -3. അപ്പൊ -3 കിട്ടിയില്ലേ? ഇനി നോക്കിക്കേ, 1 ഡിവൈഡഡ് ബൈ ഒരു ലാഡർ ഫ്രാക്ഷൻ ആണ്. 1 ഡിവൈഡഡ് ബൈ ഒരു ലാഡർ ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും കുട്ടികളെ റിസൾട്ട്? സെക്കൻഡ് ലാസ്റ്റ് ഡിവൈഡഡ് ബൈ ലാസ്റ്റ്. സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് എത്രയാ? -2. ആ സൈൻ ഉൾപ്പെടെ തന്നെ നിങ്ങൾ എഴുതണേ. സൈന് കളയരുത്, സൈൻ ഉൾപ്പെടെ തന്നെ എഴുതണം. ഡിവൈഡഡ് ബൈ -3. മൈനസ് ഡിവൈഡഡ് ബൈ മൈനസ് പ്ലസ് ആണ് അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി. മൈനസും ക്യാൻസൽ ചെയ്ത് പോയി. അങ്ങനെ ഓർത്തിരുന്നാലും മതി. ബാക്കി നമുക്ക് കിട്ടുന്നത് 2/3. അപ്പൊ നമ്മുടെ റിസൾട്ട് എത്രയാ? 2/3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ടീച്ചർ ഇവിടെ നോക്കിക്കേ. നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നോ? 1 + 1 ഡിവൈഡഡ് ബൈ ഒരു ലാഡർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് പഠിച്ചില്ലേ? അതേ സാധനം തന്നെ 1 - 1 ഡിവൈഡഡ് ബൈ ഒരു ലാഡർ ഫ്രാക്ഷൻ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഒന്നുമില്ല, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നു. ഇവിടെ അഡിഷന് പകരം ഇവിടെ സബ്ട്രാക്ഷൻ. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. റിസൾട്ട് എഴുതുമ്പോൾ ലാസ്റ്റ് ബൈ സെക്കൻഡ് ലാസ്റ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ചെയ്യാം.
നോക്കിക്കേ, ഇവിടെ ആദ്യം നമ്മൾ ലാസ്റ്റത്തെ ഫ്രാക്ഷൻ എടുക്കുന്നു, 2 എഴുതുന്നു, 3 എഴുതുന്നു. ബുദ്ധിമുട്ടില്ലല്ലോ. നെക്സ്റ്റ് മെയിനിൽ ഇവിടെ എത്ര മൈനസ് ഉണ്ട്? 1 2 3 4 മൈനസ് ഇട്ട് വെക്കുക. 1 2 3 4. ഇനി നമ്മൾ നേരത്തെ ചെയ്ത കൂട്ടി തന്നെ സബ്ട്രാക്ട് ചെയ്യുക. 3 മൈനസ് 2, 3 മൈനസ് 2 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? 3 മൈനസ് 2 1 അല്ലേ? അടുത്ത് 1 മൈനസ് 3, 1 മൈനസ് 3 എത്രയാ? അറിഞ്ഞൂടാത്തവർക്ക് ടീച്ചർ ഇവിടെ സൈഡ് ചെയ്ത് തരാം. 1 മൈനസ് 3 എന്ന് പറയുന്നത് എത്രയാ? നമ്മൾ നേരത്തെ പഠിച്ചതാ, -2 അല്ലേ? ചെറുതിന്ന് വലുത് കുറയ്ക്കുമ്പോൾ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ. അപ്പൊ എത്ര കിട്ടും? 3 മൈനസ് 1 2 ആണ്. വലുതിന്റെ സൈൻ എത്രയാ? മൈനസ് ആണ്. അപ്പൊ -2. അപ്പൊ എത്ര കിട്ടി? -2. ഇനി അടുത്ത് -2 മൈനസ് 1, -2 മൈനസ് 1 എത്ര കിട്ടും? -3. ഓക്കെ. അടുത്തത് -3 മൈനസ് ഓഫ് -2, -3. നിങ്ങൾ ഇവിടെ -3 -2 ചെയ്ത് വെക്കരുതേ. -3 മൈനസ് ഓഫ് എന്താണ്? -2. ഇവിടെ കുട്ടികൾ മിക്കവാറും തെറ്റിച്ച് വെക്കാറുണ്ട്. നോക്കിക്കേ, ഇത് -3 ആണ്. മൈനസ് ഓഫ് എന്താ ചെയ്യേണ്ടത്? -2 ആണ് ചെയ്യേണ്ടത്. അപ്പൊ -3. ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. മൈനസ് ഇൻറ്റു മൈനസ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, മൈനസ് ഇൻറ്റു മൈനസ് എന്താ? പ്ലസ്. അപ്പൊ -3 + 2. ഓക്കെ, -3 + 2 എന്ന് പറയുന്നത് എത്രയാ? വലുതിന്ന് ചെറുത് കുറച്ച്, 3ന്ന് 2 കുറച്ച് 1. വലുതിന്റെ സൈൻ എത്ര? മൈനസ്. അപ്പൊ -1. അപ്പൊ എത്ര കിട്ടി? -1. റിസൾട്ട് നമ്മൾ എങ്ങനെ എഴുതും? ലാസ്റ്റ് ബൈ സെക്കൻഡ് ലാസ്റ്റ് ആണ്. അപ്പൊ റിസൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ലാസ്റ്റത്തെ വാല്യൂ -1 ഡിവൈഡഡ് ബൈ സെക്കൻഡ് ലാസ്റ്റ് -3. നെഗറ്റീവ് നെഗറ്റീവ് പോയി. നെഗറ്റീവ് ബൈ നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. സോ റിസൾട്ട് ഈസ് 1/3. എത്ര വന്നു? 1/3. റിസൾട്ട് കിട്ടി 1/3. ഓക്കെ. അപ്പോൾ എക്സാമിന് വന്ന് നിങ്ങൾ എഴുതുമല്ലോ. ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അപ്പൊ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇവിടെ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. അതായത് ഇത് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, ലാഡർ ഫ്രാക്ഷനകത്ത് വരുന്ന അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? നേരത്തെ ചെയ്ത കൂട്ടുകാരനെ ഇതിപ്പോ ഏത് ടൈപ്പാണ് നിങ്ങൾ നോക്കുക. 1 പ്ലസ് ഒരു ലാഡർ ഫ്രാക്ഷൻ ആണ് വന്നേക്കുന്നത് അല്ലേ? 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഒരു ലാഡർ ഫ്രാക്ഷൻ, അങ്ങനെ നമുക്ക് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 1 പ്ലസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്കറിയാം റിസൾട്ട് നമ്മൾ എഴുതുമ്പോൾ ലാസ്റ്റ് ബൈ സെക്കൻഡ് ലാസ്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 5 എഴുതി, 11 എഴുതി. ഓക്കെ. ഇനി അടുത്ത് ഇവിടെ പ്ലസ്, ഇവിടെ നിന്ന് വേണം എഴുതാൻ. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്, പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ ആണല്ലോ. നമ്മൾ ഇവിടെ നിന്നല്ലേ മുകളിലോട്ടല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നേ. അപ്പൊ നിങ്ങൾ സൈൻ എഴുതുമ്പോൾ പ്ലസ്, ഇവിടെ നിന്ന് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഇത്രയും ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ എന്താ പ്ലസ് അല്ലേ കിടക്കുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 5 + 11 എത്രയാ? 16 ആണ്. 5 + 11 എന്ന് പറഞ്ഞാൽ 16. അടുത്ത് കിടക്കുന്നത് മൈനസ് അല്ലേ? മൈനസ് ആണ്, സബ്ട്രാക്ഷൻ ആണ്. ദാറ്റ് മീൻസ് 16ൽ നിന്ന് 11 കുറയ്ക്കണം. 16 മൈനസ് 11 ആണ്. 16 മൈനസ് 11 എന്ന് പറയുമ്പോഴത്തേക്കും 16ൽ നിന്ന് 11 കുറച്ച് എത്ര കിട്ടും? 5. അടുത്ത ഓപ്പറേഷൻ എന്താ? അഡിഷൻ. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആഡ് ആണ് ചെയ്യേണ്ടത്, കൂട്ടുകയാണ് ചെയ്യേണ്ടത്, കൂട്ടണം. സോ അതുകൊണ്ട് 5 + 16, 16 + 5 എത്രയാ? ഇവിടെ എഴുതിക്കോ, 21. ഇനി അടുത്ത ഓപ്പറേഷൻ എന്താ ഇവിടെ? മൈനസ് ആണ്, സബ്ട്രാക്ഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ സബ്ട്രാക്ഷൻ ആകുമ്പോഴത്തേക്കും എന്താ വരുന്നേ? 21 മൈനസ് 5, 21 മൈനസ് 5 ആണ്. 21ൽ നിന്ന് 5 കുറച്ചേ, 21ൽ നിന്ന് 5 കുറച്ച് അപ്പൊ എത്ര കിട്ടും നമുക്ക്? എത്ര കിട്ടും? 16 അല്ലേ? 16 കിട്ടി. ഇനി അടുത്ത ഓപ്പറേഷൻ എന്താ? പ്ലസ് ആണ്. അപ്പൊ ഇനി അടുത്ത 16 + 21, 16ന്റെ കൂടെ 21 ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 6 + 1 7, 1 + 2 3, 37. റിസൾട്ട് എങ്ങനെ എഴുതും? 1 പ്ലസ് ആണ് നമുക്ക് ഒരു ലാഡർ ഫ്രാക്ഷൻ വന്നേക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതും? ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ലാസ്റ്റ് ബൈ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള 16, 37/16 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ?
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2 പ്ലസ് 1 ബൈ 3 പ്ലസ് 1 ബൈ 5 പ്ലസ് 1 ബൈ 7 പ്ലസ് 1 ബൈ 2. ഇതെന്ത് ക്വസ്റ്റ്യൻ ആണ് ടീച്ചറെ? നമ്മൾ ഇതുവരെ ചെയ്തു വന്ന ക്വസ്റ്റ്യനിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇത്? നമ്മൾ നേരത്തെ ചെയ്തതിൽ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ഇവിടെ എല്ലായിടത്തും എന്തായിരുന്നു കുട്ടികളെ? 1 ആയിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ ഇപ്പോ 1 അല്ല, പകരം നമ്പേഴ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ നമ്മൾ ചെയ്യുന്നുള്ളതാണ്. ഇത് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ 2 പ്ലസ് ആണ് കേട്ടോ. 2 പ്ലസ് ഒരു ലാഡർ ഫ്രാക്ഷൻ, 1 പ്ലസ് എന്ന് പറയും. ഇവിടെ 2 പ്ലസ് വന്നു, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ആദ്യം നമ്മൾ 1/2ന്റെ 1 എടുക്കുന്നു, 2 എടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കേ, 7 പ്ലസ് 5 പ്ലസ് 3 പ്ലസ് 2 പ്ലസ്, അതങ്ങ് ടീച്ചർ എഴുതുകയാണ് മേളിൽ, ചുമ്മാ എഴുതുക. 7 പ്ലസ്, അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് 5 പ്ലസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ 3 പ്ലസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 പ്ലസ്. എഴുതാലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇനിയാണ് കളി മാറുന്നത്. നോക്കിക്കേ 7 ഇൻറ്റു 2 ചെയ്യാം. എങ്ങനെ ചെയ്യും? 7നെ 2 കൊണ്ട് ഗുണിക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം. 7 ഇൻറ്റു 2 ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, അതിന് ഒന്നുമായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ പ്ലസ് അല്ലേ കിടക്കുന്ന കുട്ടികളെ, അപ്പൊ അതിന് ആഡ് ചെയ്യണം. ഓക്കെ, എങ്ങനെ ചെയ്യും? 7 ഇൻറ്റു 2, 7 ഇൻറ്റു 2 14, 14 പ്ലസ് 1 15. അതെടുത്ത് ഇങ്ങ് താഴെ അങ്ങ് എഴുതുക. ഓക്കെ, താഴെ എഴുതുക, ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് വാല്യൂ കിട്ടി. എത്രയാണ്? സെക്കൻഡ് വാല്യൂ അല്ല, തേർഡ് വാല്യൂ. എത്ര കിട്ടി? 15 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അടുത്ത ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ കിടക്കുന്നത്. ഇവിടുത്തെ 5 ഇല്ലേ, ഈ 5നെ ഈ 15 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, 15 ഇൻറ്റു 5 എത്രയാ? 15 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാ? നമുക്ക് ചെയ്യാം. 15 ഇൻറ്റു 5 എത്രയാ? 5 5 25, 2 ശിഷ്ടം 7, 75. ഇപ്പൊ 75 കിട്ടി. ഈ കിട്ടിയ 75നെ ഈ 2 കൊണ്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, 5 ഇൻറ്റു 15 ചെയ്യുന്നു, കിട്ടുന്ന റിസൾട്ടിനെ തൊട്ട് മുന്നത്തെ വാല്യൂ ആയിട്ടുള്ള 2ആയിട്ട് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അന്നേരം നമുക്ക് എന്ത് കിട്ടുന്നു? 75 പ്ലസ് 2 77. ഓക്കെ, അടുത്ത സ്റ്റെപ്പ്, അടുത്ത 3 പ്ലസ് ആണ്. വീണ്ടും എന്ത് ചെയ്യുന്നു? നമ്മൾ 77നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, കിട്ടുന്ന റിസൾട്ടിനെ 15ആയിട്ട് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പൊ 77നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എത്ര കിട്ടും? 7 3 21, 2 ബാലൻസ് 7 3 21, 2 21, 2 23. ഓക്കെ, അപ്പൊ നമുക്ക് 231 കിട്ടിയത്. ഈ 231നെ തൊട്ട് മുന്നത്തെ വാല്യൂ ആയിട്ടുള്ള 15ആയിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ 15 കൂടെ ഇട്ട് കൊടുക്കാം. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 പ്ലസ് 1 6, 3 പ്ലസ് 1 4, 2 246. എത്ര കിട്ടും? 246. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ഇതേ സ്റ്റെപ്പ് തന്നെയാണ്. ഈ 2നെ ഈ 246 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, കിട്ടുന്ന റിസൾട്ടിനെ 77ആയിട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 246 ഇൻറ്റു 2 ചെയ്യാം. 246 എത്ര കിട്ടും? അതിന്റെ ഡബിൾ, 246ന്റെ ഡബിൾ എന്ന് പറയുന്നത് എത്രയാ? 246 ഇൻറ്റു 2, 6 2 12, 1 ശിഷ്ടം 4 2 8 1 9, 4 492. 492. ഈ 492ആയിട്ട് എന്ത് കൂട്ടണം? 77 കൂട്ടണം. 77 നമ്മൾ കൂട്ടുന്നു. അപ്പൊ എത്ര കിട്ടും? 7 2 9, 9 7 7 14 15 16, 16 1 ശിഷ്ടം 5, 569. എത്ര കിട്ടി? 569. നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് എത്രയാ നമുക്ക് വരുന്നത്? 2 പ്ലസ് അല്ലേ? അതായത് ലാഡർ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പഠിച്ച തൊട്ട് 2 പ്ലസ് 1 ബൈ ഒരു ലാഡർ ഫ്രാക്ഷൻ വരെയാണെങ്കിൽ നമ്മൾ റിസൾട്ട് എഴുതുമ്പോഴത്തേക്കും എപ്പോഴും ലാസ്റ്റ് ബൈ സെക്കൻഡ് ലാസ്റ്റ് അല്ലേ? അപ്പൊ ലാസ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5. ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 569 ഡിവൈഡഡ് ബൈ 246 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 1 ബൈ 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1 ബൈ
1 + 1/1 + 1/x = 1/8 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര, എക്സിന്റെ മൂല്യം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത കൂട്ടേ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ 1/x ആണ് നമ്മുടെ ഫ്രാക്ഷൻ 1 എഴുതി എക്സ് എഴുതി പ്ലസ് ഇട്ട് കൊടുക്കുക 1 2 3 പ്ലസ് ടീച്ചർ ഇട്ട് കൊടുത്തു. ദെൻ എക്സിന് 1ഉമായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? എക്സ് പ്ലസ് 1 കിട്ടും. ഇനി ഈ എക്സ് പ്ലസ് 1നെ എക്സുമായിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് അല്ലേ? എക്സ് പ്ലസ് 1 പ്ലസ് എക്സ്. എക്സ് പ്ലസ് എക്സ് എത്ര കുട്ടികളെ? 2x പ്ലസ് 1 എന്നാണ് നമുക്ക് കിട്ടുക. 2x പ്ലസ് 1 അതെടുത്ത് ഇവിടെ എഴുതി 2x പ്ലസ് 1. ഓക്കെ, ഇനി ഈ 2x പ്ലസ് 1നെ എക്സ് പ്ലസ് 1ഉമായിട്ട് വീണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ 2x പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 1ഉമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2x പ്ലസ് എക്സ് എത്രയാ? 3x. 1 പ്ലസ് 1 2 3x പ്ലസ് 2 എത്ര കിട്ടി? 3x പ്ലസ് 2. ഇനി നമ്മൾ റിസൾട്ട് നമ്മൾ എങ്ങനെ എഴുതും? 1 ബൈ ഒരു ലാഡർ ഫ്രാക്ഷൻ അല്ലേ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? സെക്കൻഡ് ലാസ്റ്റ് ബൈ ലാസ്റ്റ്, അതായത് 2x പ്ലസ് 1 ബൈ 3x പ്ലസ് 2 ഈക്വൽ ടു 1/8 ആണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2x പ്ലസ് 1 ബൈ 3x പ്ലസ് 2 ഈക്വൽ ടു 1/8 എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എക്സിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഇപ്പോൾ 3x പ്ലസ് 2 ഈക്വൽ ടു എന്താ? ഒന്നുകിൽ ഇതിന് ക്രോസ് ചെയ്തൊക്കെ കണ്ടുപിടിക്കാം. ടീച്ചർ അതിലോട്ടൊന്നും പോകുന്നില്ല. 3x പ്ലസ് 2 ഈക്വൽ ടു 8ന് ഇക്വേറ്റ് ചെയ്യാം. 3x പ്ലസ് 2 എന്ന് പറയുന്നത് എന്താണ്? ഈ 8ന് ഈക്വൽ ആണ്. അതായത് രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആവുന്ന എപ്പോഴാ? അതിന്റെ അംശങ്ങളും അതിന്റെ ഛേദവും തുല്യമാകുമ്പോഴത്തേക്കുമാണ് കേട്ടോ. അപ്പോൾ 3x പ്ലസ് 2 ഈക്വൽ ടു 8. അപ്പോൾ 3x ഇസ് ഈക്വൽ ടു ഈ 8 ഈ പ്ലസ് 2 ഇപ്പുറത്ത് വരുമ്പോൾ -2 ആകും. 8 - 2 8 - 2 അപ്പോൾ എത്ര കിട്ടും? 6. ഓക്കെ, അപ്പോൾ 3x ഈക്വൽ ടു 6 ആൻഡ് x ഈക്വൽ ടു എത്ര കിട്ടും? 6/3 എത്ര കിട്ടും? 2 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങളുടെ ഓപ്ഷനകത്ത് 2 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്ത് എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. 2x പ്ലസ് 1 ഈക്വൽ ടു ആക്ച്വലി 1 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ 2x ഇസ് ഈക്വൽ ടു 0, എക്സിന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞിട്ടും കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് എക്സിന്റെ വാല്യൂ 0 എടുക്കുന്നില്ല? കാരണം ഇവിടെ 1/x എന്ന് പറയുന്ന ടേം വരുന്നുണ്ട് അല്ലെ? അപ്പൊ 1/0 എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. 1/0 എന്ന് പറയുന്നത് എന്താണ്? ഡിഫൈൻ ചെയ്തിട്ടില്ല. അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒക്കത്തില്ല. സോ അതുകൊണ്ട് ആണ് നമ്മൾ ഫസ്റ്റ് വാല്യൂ, അതായത് ന്യൂമറേറ്റർ, അതായത് അംശം ഒന്നുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാത്തത്. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണ്? 2 ആണ് കേട്ടോ. 2 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയും ഉണ്ട്. ഇനി കുറച്ച് നമുക്ക് ബോഡ് മാസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അത് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ അതും ഫ്രാക്ഷൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പൊ ഇതിന്റെ നോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടാം. നിങ്ങൾക്ക് ഇതിന്റെ സോൾവ് ചെയ്തിട്ടുള്ള നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ടെലിഗ്രാമിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഇടാം. പ്ലസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളിപ്പോൾ ചെയ്ത പോലത്തെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ശുഭദിനം.